റൂമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മുടെ കമ്പനിയുടെ ഇൻകം പ്ലാനിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കറിയാം, ഏതൊരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയും നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇതിലൂടെ കിട്ടുന്ന വരുമാനത്തെ എങ്ങനെ നമ്മുടെ വരുമാനമാക്കി മാറ്റാമെന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്നത്. അപ്പോൾ ബിസിനസ് പ്ലാന് പഠിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഇതിൽ ഒരു ബിസിനസ്സുകാരനായിട്ട് വിജയിക്കാൻ പറ്റില്ല. പ്രൊഡക്റ്റ് വിറ്റ് പോകാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, പക്ഷെ ഒരാളോട് ബിസിനസ് പറയാനും അതേപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ആ പ്ലാന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്ക് നല്ല ലീഡേഴ്സിന് ഒരിക്കലും കൺവിൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്ത ആളുകൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവരോടും ഞാൻ പറയാനുള്ള, എന്തെങ്കിലും കൺഫ്യൂഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒരു ബുക്കും പേനയും എടുത്ത് അത് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയും കൂടി എളുപ്പമായിരിക്കും. കാരണം ഇത് നമ്മുടെ ബിസിനസിന്റെ ഒരു നട്ടെല്ലാണ്. നമ്മുടെ പ്രൊഡക്റ്റ് പോലെ തന്നെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിനേക്കാൾ പ്രാധാന്യമുള്ള ഒരു സെഷനാണ് ഇൻകം പ്ലാൻ. നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ ഒരു അവസരം തന്ന എല്ലാവരുടെ അടുത്തും നമുക്ക് മനസ്സിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി അദ്ദേഹത്തിനോടാണ്. അപ്പൊ അദ്ദേഹത്തിനോടുള്ള നമ്മുടെ നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ കമ്പനിയുടെ പേര് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. കമ്പനി ഇന്ത്യയിൽ കഴിഞ്ഞ 4 വർഷമായി ഡയറക്ട് സെല്ലിങ്ങിൽ നമ്മുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് ഇന്ന് വളരെ ശക്തമായി ബിസിനസ് ചെയ്തു വരികയാണ്. കമ്പനിയുടെ വെബ്സൈറ്റാണ് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റുന്നത്, biomagneticmatrix.com. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും, PDF രൂപത്തിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇന്ത്യൻ കമ്പനി, വളരെ സുതാര്യമായ ഒരു കമ്പനി, 100% ലീഗലായി വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി. ഇനി നമ്മുടെ മുന്നിലുള്ള ചോദ്യം വൈ എന്നുള്ളതാണ്. എന്തിന്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ബയോട്ടോറിയം ഏറ്റെടുക്കണം? ബയോട്ടോറിയം ഏറ്റെടുക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഇതിൽ വന്നിരിക്കുന്ന പലരും ബയോട്ടോറിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ബയോട്ടോറിയം ബിസിനസ്സിനെ എന്ത് ചെയ്യുന്നത്, പ്രൊമോട്ട് ചെയ്യുന്നത്. പലരും ചാരിറ്റിയായി പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ബിസിനസിന്റെ സാധ്യത മനസ്സിലാക്കി ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അവര് എന്ത് ചെയ്യും, ജീവിതത്തിൽ വലിയ വലിയ വരുമാനങ്ങൾ നേടാൻ വേണ്ടി നല്ല ടീമിനെ ഓൾ ഓവർ ദ വേൾഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഏറ്റെടുത്തത് എന്തിന് എന്നുള്ള ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. എന്നാലും ഹൗ ഐ ക്യാൻ എന്ന് വെച്ചാൽ എങ്ങനെ എനിക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗപ്പെടുത്തി വിജയിക്കാൻ പറ്റും, എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും എന്ന് ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് നിങ്ങളോട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. നിങ്ങളെ മുന്നിൽ ഇപ്പോൾ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ആ ചാൻസിനെ നമ്മളായിട്ട് എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മളൊരു ബിസിനസ്സുകാരനാണ്, ഞാൻ ഇതിലേക്ക് വന്നത് ബിസിനസ് ചെയ്യാനാണ്. എനിക്ക് നല്ല ഒരു സെയിൽസ് ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ മിറാക്കിളായിട്ടുള്ള പാസീവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റുന്ന, ഇന്ന് ഏറ്റവും കൂടുതൽ വരുമാനം നൽകുന്ന ഒരു ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലാണ് ഞാനിപ്പോൾ ഉള്ളതെന്നുള്ളത് നമുക്ക് ആദ്യം ബോധം പാടാം, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ നിമിഷം മുതൽ നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റി ഒരു ഓണ്ടർപ്രണർഷിപ്പിലേക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലൂടെ കോടികൾ നേടിയെടുക്കാനുള്ള അവസരമുണ്ട്. കമ്പനിയെ കുറിച്ച് ഓൾറെഡി നമുക്കറിയാം, 2008 സ്ഥാപിച്ച കമ്പനിയാണ്. കഴിഞ്ഞ 16-17 വർഷമാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2008 സ്ഥാപിച്ച കമ്പനി മഹാരാഷ്ട്രയിലെ മിറ റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 ലക്ഷത്തിൽ കൂടുതൽ സ്ക്വയർ ഫീറ്റുള്ള ഫാക്ടറിയും ഹെഡ് ഓഫീസും സ്ഥിതി ചെയ്യുന്ന ദാദറിൽ നമുക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. അതേപോലെ ഡൽഹിയിൽ നമുക്ക് ഒരു കോർപ്പറേറ്റ് ഓഫീസ് ഉണ്ട്. ISO സർട്ടിഫൈഡ് കമ്പനിയാണ്. ഒട്ടനവധി അവാർഡുകൾ ഗവൺമെന്റ് തലത്തിൽ നിന്നും അല്ലാതെയും കിട്ടിയ ഒരു കമ്പനി കൂടിയാണ്. കമ്പനി MD ഡോക്ടർ സാഗർ ജോഷി ബയോമാഗ്നറ്റിക് തെറാപ്പിയിലും നാനോ ടെക്നോളജിയിലും ഡോക്ടറേറ്റ് എടുത്ത ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയായ വ്യക്തി, ചെറുപ്പക്കാരനായ MD. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ എല്ലാ പ്രൊജക്റ്റുകളും ഈ കമ്പനി നടപ്പിലാക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഈ പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നതും ഇതിന്റെ MDയും അതേപോലെ തന്നെ എക്സ്പോർട്ടറും എല്ലാം നമ്മുടെ MD തന്നെയാണ്. അപ്പോൾ നമ്മൾ ഓൺ സോഫ്റ്റ്വെയർ ആണ്.
മറ്റുള്ള എല്ലാ കമ്പനികൾക്കും പ്രൊഡക്റ്റുകൾ വേറൊരു കമ്പനി ഉണ്ടാക്കും, സോഫ്റ്റ്വെയർ വേറെ കമ്പനി ഉണ്ടാക്കും, എന്നിട്ട് അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് ഇത് മാനേജ്മെന്റ് വേറെ ആയിരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഓൺ കമ്പനി, ഓൺ പ്രൊഡക്ഷൻ, ഓൺ സോഫ്റ്റ്വെയർ, ഇങ്ങനെയാണ് നമ്മുടെ കമ്പനി. അതുകൊണ്ട് തന്നെ വളരെ വളരെ ശക്തമായി ബിസിനസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ന് ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ കമ്പനിയുടെ ലീഗൽ ഡോക്യുമെന്റ്സ് ആണ്. എല്ലാ തരത്തിലുള്ള ലീഗൽ ഡോക്യുമെന്റ്സും നമ്മുടെ കമ്പനിക്ക് ഉണ്ട്. ഇന്ന് എന്തൊക്കെ ലീഗൽ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ടോ ഇന്ത്യയിൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്ക് ബിസിനസ് ചെയ്യാൻ എല്ലാ ലൈസൻസും ഉണ്ട്. നമ്മുടെ ഫിക്കിയിൽ മെമ്പറാണ്. അതേപോലെ തന്നെ ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ മെമ്പറാണ്. നമുക്ക് വെൽനസ് ഉൽപ്പന്നങ്ങളുണ്ട്, ഉള്ളിൽ കഴിക്കുന്ന പ്രൊഡക്റ്റുകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ ലൈസൻസ് ഉണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി MSMEയുടെ അണ്ടറിലാണ് നമ്മുടെ കമ്പനി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്, GMP സർട്ടിഫിക്കറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക്, നമ്മുടെ ബ്രാൻഡ് നമ്മൾ ഓൾറെഡി എന്താണ് പാറ്റന്റഡ് ആണ്. ആയുഷ് കൊറോണ യോദ്ധ അവാർഡ് കിട്ടിയ ഇന്ത്യയിലെ ഏക പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങളാണ്. കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ ഏറ്റവും നല്ല ബിസിനസ് സ്ട്രാറ്റജിക്കും ഓണ്ടർപ്രണർഷിപ്പിനും തൊഴിലില്ലായ്മയ്ക്കും ഒരു പരിഹാരമായി ഒരു കഴിഞ്ഞ 4 വർഷത്തിനുള്ളിൽ 25 ലക്ഷത്തിൽ കൂടുതൽ ആളുകളിലേക്ക് ഒരു ബിസിനസ് അവസരം കൊടുത്തതിന് കേന്ദ്ര MSME മന്ത്രാലയത്തിന്റെ അശോകസ്തംഭ അവാർഡ് കിട്ടിയ ഏക കമ്പനിയും നമ്മുടെ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ദ ബെസ്റ്റ് മാനേജ്മെന്റ്. ഇന്ത്യക്കകത്തും പുറത്തും ബിസിനസ് ചെയ്ത് കഴിഞ്ഞ 16 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ എത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ബെസ്റ്റ് ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല മാനേജ്മെന്റ് നമ്മുടെ കമ്പനിയുടെ തന്നെയാണെന്ന് പറയാൻ പറ്റും. അത്രയും വിഷനോടും മിഷനോടും കൂടിയാണ് ഈ കമ്പനി മുന്നോട്ട് പോകുന്നത്. ഇൻഹൗസ് സോഫ്റ്റ്വെയർ ആണ്, നമ്മുടെ സ്വന്തം സോഫ്റ്റ്വെയർ ആണ്. 100% സൈബർ സെക്യൂർ ആയിട്ടുള്ള സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷനാണ്. ഓൾറെഡി എക്സ്പോർട്ടേഴ്സ് ആണ്. നമ്മൾ തന്നെയാണ് പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ മാനുഫാക്ചേഴ്സ് ആണ്. നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. കംപ്ലീറ്റ് വർക്കിംഗ്. നമുക്കറിയാം, ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ഉണ്ടാക്കിയതും ഇൻകം ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനികളൊക്കെ റൺ ചെയ്യുന്നത് വളരെ ശക്തമായ സോഫ്റ്റ്വെയറിലാണ്. ആ ഒരു ടൈപ്പ് തന്നെയാണ് നമ്മുടെ കമ്പനി. 100% ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ 4 വർഷമായി ഒരു ദിവസം പോലും മുടങ്ങാതെ വരുമാനം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ ഉണ്ടോ എന്ന് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അതിന്റെ പേര് ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. കമ്പനിക്ക് ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്. ബയോമാഗ്നറ്റിക് തെറാപ്പി ഉൽപ്പന്നങ്ങളുണ്ട്, അതേപോലെ അൾട്രാബെറി ജ്യൂസ്, നമ്മുടെ ആന്റി ഓക്സിഡന്റ് ഡ്രിങ്ക് ഉണ്ട്, അതേപോലെ തന്നെ മോർ പവർ എന്ന് പറയുന്ന ആയുർവേദ സിദ്ധ യുനാനി കോമ്പിനേഷനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. കുടിക്കുന്ന വെള്ളത്തെ ആൽക്കലൈൻ വാട്ടറാക്കി മിനറൽസ് ആഡ് ചെയ്തുകൊണ്ട് മാഗ്നറ്റൈസ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. എന്ന് വെച്ചാൽ ഒരു അമൃത് പോലെയുള്ള ഒരു കുടിവെള്ളം കുടിക്കാൻ ഇന്ത്യക്കാരെയും ലോകത്തിന് തന്നെ മുന്നിലേക്ക് ഒരു വാട്ടർ മെഷീൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്പനി. ആദ്യമായി ഇന്ത്യയിൽ ഒരു ആൽക്കലൈൻ മാഗ്നറ്റൈസ്ഡ് മിനറൽസ് ആഡ് ചെയ്ത് കിട്ടുന്ന ഒരു കുടിവെള്ളം നമുക്ക് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെഷീൻ മാർക്കറ്റ് ചെയ്യുന്നതും ഈ ഒരു ഇന്ത്യക്ക് വേണ്ടി ഇത് എന്താ പറയുക ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന കമ്പനിയും ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. അതേപോലെ നമുക്ക് ഓർഗാനിക് അഗ്രികൾച്ചർ വളങ്ങളുണ്ട്. അതേപോലെ തന്നെ പ്ലാന്റ് ബേസ് ചെയ്ത നമ്മുടെ സ്റ്റെം സെല്ലുകൾ യൂസ് ചെയ്തുകൊണ്ട് പ്ലാന്റിന്റെ എന്തൊക്കെ സ്റ്റെം സെൽ ആവശ്യമുണ്ടോ അതിനെയൊക്കെ വളരെ ശാസ്ത്രീയമായി കഴിഞ്ഞ 19 വർഷമായിട്ടുള്ള റിസർച്ചിന്റെ ഭാഗമായി നമ്മൾ ഫുഡ് സപ്ലിമെന്റ് എന്തിട്ടുണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ബയോ നാച്ചുറൽസ് എന്നാണ് അതിന്റെ ബ്രാൻഡ്. അപ്പോൾ വളരെ എന്താ പറയുക ഒരുപാട് സെഗ്മെന്റിലായിട്ട് ഒരുപാട് പ്രൊഡക്റ്റുകൾ ഉണ്ട്. സൈബർ സെക്യൂരിറ്റി ആപ്ലിക്കേഷൻ ഉണ്ട്, ഇലക്ട്രിക് സ്കൂട്ടർ, ഇലക്ട്രിക് ബൈക്ക് പോലുള്ള ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്കുണ്ട്. അടുത്ത വർഷം ഇലക്ട്രിക് കാറുകൾ ഇറങ്ങാൻ പോകുന്ന ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു 5-6 മാസം കൊണ്ട് ഓൺലൈൻ ഷോപ്പിലൂടെ 3000-ഓളം പ്രൊഡക്റ്റുകൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെ നമ്മുടെ കമ്പനിയുടെയും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഈ ഒരു ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് ചെറിയ ഒരു മാനസികാവസ്ഥയിൽ ഈ ഒരു ബിസിനസ്സിനെ കാണാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഓർമ്മിപ്പിക്കുന്നത്. നിങ്ങളൊരു ഡിസ്ട്രിബ്യൂട്ടർ ആയി കഴിഞ്ഞാൽ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് നടത്താനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ട്. എന്തിനാണ് നമുക്കൊരു ബിസിനസ് അവസരം അല്ലെങ്കിൽ ഒരു അഡീഷണൽ വരുമാനം എന്ന് ചോദിക്കുമ്പോൾ പലരുടെയും മനസ്സിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കണ്ണ് തെളിയിക്കുന്നതായിരിക്കും.
നബാർഡിന്റെ റിപ്പോർട്ടാണ്. 65% കുടുംബങ്ങൾക്ക് സമ്പാദ്യമില്ല. കേരളത്തിലെ കുടുംബങ്ങൾ കടക്കണിയിൽ നിന്ന് നബാർഡ് റിപ്പോർട്ട്. ഇത് ഒരു പുതിയ അറിവൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഏത് സാധാരണക്കാരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാലും, ഇനി അങ്ങനെയല്ല ഒരു മിഡിൽ ക്ലാസ് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അന്നത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നല്ലാതെ ഒരു വലിയ രീതിയിലുള്ള സമ്പാദ്യമോ അവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിത രീതിയോ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വരുമാനമാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നോക്കി, അൺഎംപ്ലോയ്മെന്റ് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് കൺസേൺ, ഡയറക്ട് സെല്ലിംഗ് അറ്റ് റെസ്ക്യൂ. ഇന്ന് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ഈ തൊഴിലില്ലായ്മയ്ക്ക് ഒരു രക്ഷ എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗ് ആണെന്ന് പറയുന്നത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ, ഒരു മൂലധനം ഇറക്കാതെ ഒരു സാധാരണക്കാരന് ലക്ഷങ്ങളും കോടികളും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ പേരാണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇതിന്റെ ഗ്രോത്ത് റേറ്റ് പറയുന്നത്, ഞാൻ പറയുന്നതല്ല, KPMG പോലെയുള്ള ഓഡിറ്റിംഗ് ഫേമുകളും ഫിക്കി പോലുള്ള സംഘടനകളും പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് 2025 കഴിയുമ്പോഴേക്കും 64,500 കോടി രൂപയുടെ ടേൺ ഓവർ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇപ്പൊ നിലവിൽ നമ്മൾ 23-24,000 കോടി രൂപയുടെ ടേൺ ഓവറാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. ഇതിൽ തന്നെ പറയുന്നത് ഈ ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇവിടെ ഇന്നിപ്പോ ലീഗൽ 100% ലീഗൽ ആയതുകൊണ്ട് തന്നെ ഒട്ടനവധി ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി പുതിയത് വരാനിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് വനിതകൾക്കാണ് ഡയറക്ട് സെല്ലിംഗിൽ. 65% കൂടുതൽ ഇതിലൂടെ ബിസിനസ്സിലൂടെ വിജയങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്ത്രീകളാണെന്നുള്ളത്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗം കൂടി എന്തുണ്ട്, ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇവിടെ അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പൊ അത്രയും എന്താ പറയേണ്ടത്, അത്രയും വ്യക്തമായി പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കിട്ടിയിരിക്കുന്നത് ഒരു അമൂല്യമായ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഇതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഈ ഒരു ബിസിനസ്സിനെ ഏറ്റെടുത്തുകൊണ്ട് ഇനി മുന്നോട്ടേക്ക് പോകാനുള്ളത്. ഈ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇൻകം പ്ലാൻ പറയുകയാണെങ്കിൽ നമുക്ക് ഏതൊരു തുടക്കക്കാരനും 3 തരത്തിലുള്ള വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ കമ്പനിയിലെ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആകുന്ന സമയത്ത് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻഷിപ്പ് കിട്ടും. ആ ഡിസ്ട്രിബ്യൂഷൻ ഐഡിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വാങ്ങിച്ചിട്ട് റീറ്റെയിൽ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിലൂടെ വലിയ വരുമാനം നേടാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി, റീറ്റെയിൽ പ്രോഫിറ്റ്. പിന്നീട് രണ്ടാമത്തെ വരുമാനം സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയും. സൂപ്പർ അവയർനെസ് ബോണസ്, അതേപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസ്. അങ്ങനെ 3 തരത്തിലുള്ള വരുമാനങ്ങൾ നേടിയെടുക്കാൻ ഏതൊരു തുടക്കക്കാരനും എന്ത് ചെയ്യാൻ പറ്റും, സാധിക്കുന്ന ഒരു കമ്പനിയാണ് ഈ ബയോട്ടോറിയം. കമ്പനിയുടെ ഇൻകം പ്ലാനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള വരുമാനങ്ങൾ കൊടുക്കുന്ന കമ്പനികളുണ്ട്. നമ്മൾ സാലറിക്കാണ് ജോലി ചെയ്യുന്നതെങ്കിൽ മന്ത്ലി സാലറി കൊടുക്കും. ചില കമ്പനികൾ ദിവസക്കൂലിക്ക് ആളുകൾ വെക്കുന്നുണ്ട് അല്ലെ. ചില ആളുകൾ ആഴ്ചക്ക് കൊടുക്കും. ഡയറക്ട് സെല്ലിംഗ് കമ്പനിയിലും പല കമ്പനികളും ആഴ്ചകളിലും 2 ആഴ്ചകളിലും മാസത്തിലും എന്ത് ചെയ്യും, വരുമാനം കൊടുക്കുന്ന കമ്പനികളുണ്ട്. നമ്മുടെ കമ്പനിയുടെ പ്രത്യേകത, നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തിൽ 2 നേരം നമ്മുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും. സെയിൽസിന്റെ ടേൺ ഓവർ അല്ലെങ്കിൽ സെയിൽസിനനുസരിച്ച് അതിന്റെ ഇൻസെന്റീവ് രാവിലെ 5 മുതൽ വൈകിട്ട് 5 മണി വരെയുള്ള സമയങ്ങളിൽ നിങ്ങളുടെ ടീമിൽ നടക്കുന്ന സെയിൽസിന്റെ വോള്യത്തിനനുസരിച്ച് നിങ്ങളുടെ പെയർ മാച്ചിനനുസരിച്ചുള്ള വരുമാനം അന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യും. വൈകുന്നേരം 5 മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയങ്ങൾ നടക്കുന്ന സെയിൽസിന്റെ നിങ്ങളുടെ വരുമാനം എന്ത് ചെയ്യും, ആ 12 മണിക്കൂർ കട്ട് ഓഫിന്റെ ഉള്ളിലും കാൽക്കുലേറ്റ് ചെയ്യും. ഇന്ത്യയിലും ലോകത്തിലും ഒരേ ഒരു കമ്പനിയേ ഉള്ളൂ ഒരു ദിവസം 2 നേരം പേയ്മെന്റ് കിട്ടാൻ സാധ്യതയുള്ള ഒരൊറ്റ കമ്പനിയേ ഉള്ളൂ. അതിന്റെ പേരാണ് ഈ ബയോട്ടോറിയം നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ കൂലി വളരെ പെട്ടെന്ന് വാങ്ങാൻ പറ്റും. പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് 3 ദിവസത്തെ പേയ്മെന്റ് 4ാമത്തെ ദിവസം ഒന്നിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. നമ്മുടെ പ്രൊഡക്റ്റിനൊക്കെ എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളും ഒരു PV, പോയിന്റ് വാല്യൂവിന്റെ അടിസ്ഥാനത്തിലാണ് വരുമാനം കാൽക്കുലേറ്റ് ചെയ്യുക ഡിസ്ട്രിബ്യൂട്ടർക്കുള്ളത്. നമ്മളെല്ലാ പ്രൊഡക്റ്റുകൾക്കും ഒരു PV ഓൾറെഡി കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, PV സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സിംഗിൾ പ്രൊഡക്റ്റുകൾക്ക് 50 PV-യും ഫാമിലി കിറ്റിന് 100 PV-യാണ്. അതേപോലെ 13 PV മുതൽ 400 PV വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് കമ്പനിയിൽ.
ഒരു PV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 രൂപ നിരക്കിലാണ് നോർമൽ അവയർനെസ് ബോണസ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവുക എന്ന് പറയുന്നതിന് ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരു ID അടിച്ചു, ആ ID അടിച്ചപ്പോൾ നമുക്കൊരു യുണീക്ക് ID കിട്ടി, ഡിസ്ട്രിബ്യൂഷൻ ID കിട്ടി. ആ IDയിലേക്ക് വരുമാനം വന്ന് തുടങ്ങണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 സെയിൽ എടുക്കണം. നിങ്ങളുടെ 2 ടീമിലുമായി 150 PVയുടെ സെയില് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ടിങ്ങിൽ എടുക്കണം. അത് 1:2 എന്നുള്ള അനുപാതത്തിലാണ്. നിങ്ങൾക്ക് 2 ടീം ഉണ്ടാവും, നിങ്ങളുടെ ജീനിയസ് ടീം, വിന്നർ ടീം. ആ ടീമിൽ ഒരു 50 PVയുടെ സെയില് ഒരു വൺ സൈഡിലും 100 PVയുടെ സെയില് അതർ സൈഡിലും വേണം. അത് നേരെ റിവേഴ്സ് ആയാലും കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഒരു 150 PVയുടെ സെയിൽ നമ്മളായിട്ട് കമ്പനിയിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് നിങ്ങളുടെ വരുമാനം കമ്പനിയിൽ നിങ്ങൾ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. ഒരു PVക്ക് 10 രൂപ നിരക്കിൽ 50 PV മാച്ച് ചെയ്തുകൊണ്ട് 500 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് സ്റ്റാർട്ടിങ്ങിലുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ബോണസ് എന്ന് പറയും. ഇന്ന് ഈ ബയോട്ടോറിയം ബിസിനസ്സിലൂടെ ലക്ഷങ്ങളും കോടികളും നേടിയ ആളുകളുടെ ആദ്യത്തെ വരുമാനം 500 രൂപയാണ്. എല്ലാവർക്കും ഒരേപോലെയാണ് ഇൻകം പ്ലാന്. ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തതിന് ശേഷമുള്ളതാണ് സൂപ്പർ അവയർനെസ് ബോണസും അതേപോലെ തന്നെ സൂപ്പർ ഫാമിലി ബോണസും. സൂപ്പർ അവയർനെസ് ബോണസ് എന്ന് പറയുന്നത് ഒരു PVക്ക് 10 രൂപ നിരക്കിൽ നമുക്ക് കിട്ടും. അതിന് മാച്ചിങ് PVയുടെ മാച്ചിങ് PV ഇൻറ്റു 10 രൂപ. അപ്പൊ 100 PV മാച്ച് ചെയ്യുകയാണെങ്കിൽ 1000 രൂപ കിട്ടും. ഇതിന് സമയപരിധി ഒന്നുമില്ല. നമ്മൾ ഇന്നാണ് ഒരു സെയിൽ എടുക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീനിയസ് ടീമിൽ ഇന്നൊരു 100 PVയുടെ സെയിൽ വന്നു, നമ്മുടെ വിന്നർ ടീമിൽ ഇന്ന് സെയിൽ ഇല്ലെങ്കിൽ നമുക്ക് ഇന്ന് വരുമാനം ഇല്ല. അവിടെ എപ്പോഴാണോ ഏത് ദിവസമാണോ മാച്ച് ചെയ്യുന്നത്, ആ മാച്ച് ചെയ്യുന്ന ആ ഒരു ടൈമിൽ ആ കട്ട് ഓഫിൽ നിങ്ങളുടെ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ? സൂപ്പർ ഫാമിലി ബോണസ് എന്ന് പറയുന്നത് ഒരു മാച്ചിങ് PVക്ക് 67 രൂപ 50 പൈസ വെച്ച് നമുക്ക് എന്ത് ചെയ്യും, കമ്പനി വരുമാനം തരും. സൂപ്പർ ഫാമിലി ബോണസ്. ഇതിന് ഒരു നിബന്ധനയുണ്ട്. നമ്മുടെ 2 ടീമിൽ നടക്കുന്ന സെയിൽസിന് 12 മണിക്കൂറിന്റെ കട്ട് ഓഫിൽ മാച്ച് ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് 67 രൂപ 50 പൈസ വെച്ചിട്ട് നമുക്ക് സൂപ്പർ ഫാമിലി ബോണസ് കിട്ടുക. ഒരു കട്ട് ഓഫിൽ മാക്സിമം കമ്പനി നൽകുന്ന സൂപ്പർ ഫാമിലി ബോണസ് 100 PV മാച്ച് ചെയ്തുകൊണ്ട് 6750 രൂപയാണ്. അതിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ID അടിക്കുന്നു, നമുക്കൊരു ടീം ഉണ്ടാവും അല്ലെ. ആ ടീം ജീനിയസ് ടീം എന്നും വിന്നർ ടീം എന്നും അറിയപ്പെടുന്നു. ജീനിയസ് ടീമിലും വിന്നർ ടീമിലും നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ് അല്ലെ, നമ്മുടെ സെയിൽസ് ടീമാണ്. ആ സെയിൽസ് ടീമിലൂടെ നടക്കുന്ന ബിസിനസിന്റെ പെയർ മാച്ച് ചെയ്തുകൊണ്ടുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത്. ഒരു മാച്ചിങ് PVക്ക് ഞാൻ നേരത്തെ പറഞ്ഞു അവയർനെസ് ബോണസ് 10 രൂപയാണ്. ഇതെല്ലാവരും മനസ്സിലൊന്ന് ഒന്ന് കൊടുത്താൽ മതി. അവയർനെസ് ബോണസ് 10 രൂപ, ഫാമിലി ബോണസ് 67 രൂപ 50 പൈസയാണ് ഒരു PVക്ക്. 50 PV മാച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 50 × 10 500 രൂപ സൂപ്പർ അവയർനെസ് ബോണസ് കിട്ടും. അതിന് സമയപരിധി ഒന്നുമില്ല, നേരത്തെ പറഞ്ഞു. അത് ഇന്നൊരു സെയിൽ എടുത്തു, നാളെയോ മറ്റന്നാളോ 1 മാസം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് എപ്പോഴാണോ നിങ്ങളുടെ അതർ ടീമിൽ ഒരു സെയിൽ വരുന്നത്, ആ ദിവസം നിങ്ങൾക്ക് ആ വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും. എന്നാൽ സൂപ്പർ ഫാമിലി ബോണസ് 50 PV മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടുന്ന സൂപ്പർ ഫാമിലി ബോണസ് 50 × 67 രൂപ 50 പൈസ. ഇത് അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. 3375 രൂപ നമുക്ക് എന്ത് ചെയ്യും, അഡീഷണൽ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടി, ഒരു 50 PVയുടെ സെയിൽ മാച്ച് ആണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് 3375 500 രൂപയും 3875 രൂപ നമുക്ക് കിട്ടും. അതേപോലെ 100 PVയുടെ സെയിലാണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 1000 രൂപ സൂപ്പർ അവയർനെസ് ബോണസും 6750 രൂപ സൂപ്പർ ഫാമിലി ബോണസും 7750 രൂപ ഏറ്റവും മിനിമം ഒരു 100 PVയുടെ സെയിൽ മാച്ച് ആണെങ്കിൽ നമുക്ക് കിട്ടും. 500 PVയുടെ സെയിലാണ് നമ്മുടെ ടീമിൽ മാച്ച് ചെയ്യുന്നതെങ്കിൽ 5000 രൂപ സൂപ്പർ അവയർനെസ് ബോണസും 6750 രൂപ സൂപ്പർ ഫാമിലി ബോണസും 11750 രൂപ നമുക്ക് വരുമാനം കിട്ടും. നമ്മുടെ ടീം വളരെ ശക്തമാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇവിടെ സാധിക്കുന്നുള്ളതാണ്.
നിങ്ങൾ നോക്കിയാൽ മതി, എൻ്റെ ജീനിയസ് ടീമിലും എൻ്റെ വിന്നർ ടീമിലും എത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കൂടെ വന്ന ആളുകളെ ഈ ബിസിനസ് പഠിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഓരോ ലീഡറുടെയും ഉത്തരവാദിത്വം. അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത്, അവരുടെ ടീമിൽ ആളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്, അവരുടെ ടീമിൽ ക്രൈറ്റീരിയ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീനിയസ് ടീമിലും വിന്നർ ടീമിലും ഓട്ടോമാറ്റിക് ആയിട്ട് വോളിയം കയറും അല്ലെ. അങ്ങനെ 500 PV മാച്ച് ആണെങ്കിൽ നമുക്ക് 11,750 രൂപ കിട്ടും. 1000 PV മാച്ച് ആണെങ്കിൽ നമുക്ക് 10,000 രൂപ അവയർനെസ് ബോണസ് കിട്ടും. ഇതില് സൂപ്പർ ഫാമിലി ബോണസ് മാക്സിമം ഒരു കട്ട് ഓഫിൽ 100 PVക്കുള്ള സൂപ്പർ ഫാമിലി ബോണസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഫാമിലി ബോണസ് 100 PVക്ക് 6,750 തന്നെയാണ് എത്ര PV മാച്ച് ചെയ്താലും നമുക്ക് കിട്ടുന്നത്. പക്ഷെ സൂപ്പർ അവയർനെസ് ബോണസ് ഒരു കട്ട് ഓഫിൽ 1000 PV മാച്ച് ചെയ്തുകൊണ്ട് രാവിലത്തെ കട്ട് ഓഫിലും 10,000, വൈകുന്നേരത്തെ കട്ട് ഓഫിലും 10,000 അങ്ങനെ കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് സൂപ്പർ അവയർനെസ് ബോണസിനെ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ വലിയ വരുമാനം കിട്ടും. അങ്ങനെ ഒരു കട്ട് ഓഫിൽ മാക്സിമം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വരുമാനം 10,000 രൂപ സൂപ്പർ അവയർനെസ് ബോണസും 6,750 രൂപ സൂപ്പർ ഫാമിലി ബോണസും ടോട്ടൽ 16,750 രൂപ ഒരു കട്ട് ഓഫിൽ നമുക്ക് നേടാൻ പറ്റുന്ന ഒരു അവസരമാണ്. ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്ന് അറിയാം ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളൊക്കെ ജോലി ചെയ്യുന്നത്, ഇപ്പം പുരുഷന്മാർക്ക് പോലും ഇവിടെ ജോലിക്ക് സാലറി കൊടുക്കുന്നത് 12,000 15,000 രൂപക്ക് താഴെയാണ്. നമ്മൾ ഇവിടെ ഈ പറയുന്ന ഒരു വരുമാനം നിങ്ങൾ നല്ല ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വരുമാനം ഒരു ദിവസം ഒരു കട്ട് ഓഫിൽ 16,750 ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ്. ഡെയിലി ഇൻകം സ്ട്രക്ചറാണ് അത്. നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സൂപ്പർ അവയർനെസ് ബോണസ് ഡേ സൈക്കിൾ എന്ന് വെച്ചാൽ രാവിലത്തെ സൈക്കിൾ 10,000, വൈകുന്നേരത്തെ സൈക്കിൾ 10,000, ടോട്ടൽ 20,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരൊറ്റ വരുമാനം മാത്രം നമുക്ക് 20,000 രൂപ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ മതി. സൂപ്പർ ഫാമിലി ബോണസ് മാക്സിമം 6,750 രൂപ രാവിലത്തെ കട്ട് ഓഫിലും 6,750 രൂപ രാത്രിത്തെ കട്ട് ഓഫിലും, അങ്ങനെ 13,500 രൂപ സൂപ്പർ ഫാമിലി ബോണസ് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസത്തെ വരുമാനം ഒരു ഈ ബയോട്ടോറിയം ഡിസ്ട്രിബ്യൂട്ടറുടെ ഒരു പെർ ഡേ ഇൻകം എന്ന് പറയുന്നത് 33,500 രൂപയാണ്. ഇത്രയും എന്താണ് ഹ്യൂജ് ആയിട്ടുള്ള ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. എന്തുകൊണ്ട് ബയോട്ടോറിയം ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നിലവിൽ കിട്ടുന്ന വരുമാനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നില്ല. നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനുണ്ടാവും, നമുക്ക് ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് വീടുകൾ എടുക്കാനുണ്ടാവും, വാഹനങ്ങൾ വാങ്ങാൻ ആഗ്രഹങ്ങളുണ്ടാവും. അതേപോലെ തന്നെ പലതരത്തിലുള്ള ജീവിത ചെലവുകൾ ഇന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കൂട്ടിമുട്ടിക്കാൻ പറ്റാത്ത തരത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. എന്ന് വെച്ചാൽ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി ഒരു സൊല്യൂഷനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞ MSME മന്ത്രാലയത്തിന്റെ ഏറ്റവും നല്ല ബിസിനസ് സ്ട്രാറ്റജിക്കും ഓണ്ടർപ്രണർഷിപ്പ് ക്രിയേറ്റ് ചെയ്തതിനും തൊഴിലവസരം സൃഷ്ടിച്ചതിനും എന്ത് ചെയ്തത്, നമുക്ക് അശോക സ്തംഭ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു അവസരം നമ്മുടെ കയ്യിലേക്ക് കിട്ടി. ഈ ഒരു അവസരം കിട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടത് 33,500 രൂപ ഒരു ദിവസം എന്ന് പറയുമ്പോൾ ഒരു മാസത്തെ വരുമാനം 10,05,000 രൂപയാണ്. അതൊരു വർഷം 12 മാസത്തെ വരുമാനം എന്ന് പറയുന്നത് 1,20,60,000 രൂപയാണ്. മോർ ദാൻ 1 crore ഒരു വർഷം കൊണ്ട് ഈ ഒരു ബിസിനസ്സിന് 100% നെഞ്ചോട് ചേർത്ത് സീരിയസ് ആയിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പുറപ്പെടുവാണെങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ കൈ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലൂടെ 1 crore എന്ന് പറയുന്നത് വാങ്ങിച്ച ആളുകൾ ഉണ്ടോ എന്ന് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്ത് നോക്കാൻ പറ്റും അല്ലെ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുവാണെങ്കിൽ ഒരു 50 PV മേച്ച് ആണെങ്കിൽ 3,875 രൂപ നമ്മുടെ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഏറ്റവും സിമ്പിൾ, ഏത് തുടക്കക്കാരനും വാങ്ങാൻ പറ്റുന്നത്. 100 PV ആണ് മേച്ച് ചെയ്യുന്നതെങ്കിൽ 7,750 രൂപ വാങ്ങാൻ പറ്റും. ഒരു ദിവസം 100 PV മേച്ച് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എഫേർട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ 7,750 രൂപ എന്ന് പറയുമ്പോൾ 7,750 × 30 എത്രയാണെന്ന് നോക്കിയാൽ മതി. ഇനി പോട്ടെ, 7,750 രൂപയുടെ സെയിൽ എടുക്കാൻ 100 PV നമ്മളുടെ ടീമും കൂടി ചെയ്തു കഴിഞ്ഞാൽ 7,750 കിട്ടുമ്പോൾ വെറും 10 പ്രാവശ്യം
നമ്മൾ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വരുമാനം 77,500 രൂപയല്ലേ. അതിന്റെ പകുതിയാണെങ്കിലും എന്തുണ്ട്, 38,750 കിട്ടൂലേ. ഈ ഒരു ഓപ്പർച്യൂണിറ്റി കയ്യിൽ കെട്ടി വെറുതെ ഇരിക്കില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ചെറിയ 13 PBയുടെ സെയിൽ ഒരു കട്ട് ഓഫിൽ മേച്ചിയാണെങ്കിൽ 1,007 രൂപ നമുക്ക് കിട്ടും. ഒരു ദിവസം 13 PBയുടെ 2 സെയില് ക്ലോസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1,007 രൂപ കിട്ടും. മാസം 30,000-ന് മുകളിലാണ് നമ്മുടെ ഏറ്റവും ചെറിയ വരുമാനം. 25 PBയുടേതാണെങ്കിൽ 1,937 രൂപ നിങ്ങൾക്ക് കിട്ടും. 50 PB മേച്ചിയാണെങ്കിൽ 3,875 കിട്ടും. 75 PB മേച്ചിയാണെങ്കിൽ 5,812 കിട്ടും. 100 PB മേച്ചിയാണെങ്കിൽ 7,750 കിട്ടും അല്ലെ. ഏറ്റവും ചെറുത്, ഏറ്റവും സിമ്പിള്, എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണിത്. ഇതിന്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എടുത്തു വെച്ചോ. ഇത് വായിച്ചെടുക്കുക എന്ന് പറയുന്നത് സാധ്യമാണോ എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ കാണുന്ന ആളുകളൊക്കെ. നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് തൃപ്പൂണിത്തറ, എറണാകുളം സ്വദേശി, അദ്ദേഹം 10 മാസം കൊണ്ടാണ് ഈ കമ്പനിയിൽ വന്ന് 1 കോടി രൂപ നേടിയിരിക്കുന്നത്. സേവ്യർ സാറ് ആലപ്പുഴ സ്വദേശി, അദ്ദേഹവും 10 മാസം കൊണ്ട് 1 കോടി രൂപ നേടി. മുഹമ്മദ് റാഫി സാറ് ആലപ്പുഴ സ്വദേശി, 12 മാസം കൊണ്ട് 1 കോടി രൂപ. ഈ 3 പേരുടെയും ഈ 3.5 വർഷത്തെ വരുമാനം 2.5 കോടിക്കും 3.5 കോടിക്കും മുകളിലാണ്. താഴെ കാണുന്ന ആളുകളൊക്കെ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ട് 1 വർഷം 1.5 വർഷം കൊണ്ട് എന്ത് ചെയ്തത് 1 കോടിക്ക് മുകളിൽ വരുമാനം നേടിയ ആളുകളാണ്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കും ഇതിലൂടെ വരുമാനം നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണുന്നത്. ഈ കാണുന്ന വ്യക്തികളൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. പല ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട്. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അവസരം കിട്ടിയപ്പോൾ അത് വളരെ ഭംഗിയായി വിനിയോഗിച്ചു എന്നുള്ളതാണ്. അതിലൂടെയാണ് ലക്ഷങ്ങളും കോടികളും അവരുടെ അക്കൗണ്ടിലേക്ക് കിട്ടുന്നത്. അവർ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും സെയിം ആണ്. അവർ ഇതിനെ ബിസിനസ് ആയിട്ട് കണ്ടു, നമ്മൾ ഇതിനെ മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു ടൂളായിട്ട് കണ്ടു. അത് മാത്രമേ വ്യത്യാസം. അതുകൊണ്ട് തന്നെ ചെറിയ ഒരു ചേഞ്ച് നമ്മുടെ മനസ്സിൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വലിയ വരുമാനം നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുന്ന തരത്തിലുള്ള ഒരു ഇൻകം പ്ലാനാണ് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം എന്ത് ചെയ്യുക, ഇതിനെ യൂട്ടിലൈസ് ചെയ്യുക എന്ന് മാത്രമേ പറയൂ.